ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ ക്ലൈമാക്സിന്റെ എപ്പിസോഡ്, അതായത് ഇന്നത്തെ അവസാനത്തെ എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിരണും രതീഷും വേലും കൂടി നമ്മുടെ സായാഹ്നത്തിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അവിടെ താര ഒരു മരത്തിന്റെ ചുവട്ടിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കിരൺ വരുമ്പോഴേക്കും താരാകെ ഞെട്ടി കിരണിനെ നോക്കുന്നുണ്ട്. കിരൺ ചോദിക്കണ്ടേ, എന്താ ആന്റി എന്നെ കണ്ടപ്പോ പേടിച്ചു പോയോ? പേടിക്കണമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആന്റി ചെയ്തിരിക്കുന്നത്. അല്ല, ആന്റിക്ക് കൊച്ചുമകളും മകളും എല്ലാവരും ഉണ്ട്, പിന്നെ ആന്റി എന്തിനാ ആരുമില്ലാത്ത പോലെ ഇവിടെ വന്ന് നിന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. താര ഒന്നും മിണ്ടാതിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ അമ്മൂമ്മ വരുന്നുണ്ട്. ആ കിരൺ മോൻ ഒന്ന് ചോദിക്കുമ്പോ കിരൺ മോനെ അടുത്തേ താര ആർത്തും താരയോടുള്ള കാര്യം പറയരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളെല്ലാവരും താരനെ കാണാതാവുമ്പോ വിഷമിക്കില്ലേ മോനെ? അതന്നെ കല്യാണി മോളെ വിളിച്ചു പറഞ്ഞത്. അല്ലെങ്കിൽ 2-3 ദിവസം എടുത്ത് വാർഡം നിങ്ങളെ വിളിച്ചു പറയുമായിരുന്നോ? അല്ല, അമ്മമ്മ എടുത്ത് താരാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ എന്ത് പറയാനാ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഒരേ കരച്ചിലാ മോനെ, അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാറില്ല എന്ന് പറയണ. എന്തോ മനസ്സിലെന്തോ വലിയ വിഷമം പറ്റിയിട്ടുണ്ട്, അതാണ് ഈ കൊച്ചിരുന്ന് കരഞ്ഞോണ്ടേ ഇരിക്കുന്നത് എന്ന് അമ്മമ്മ പറയുമ്പോ ശരി താരാൻ്റെ കൊണ്ട് വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അമ്മമ്മ പറയുന്നുണ്ട്, താരെ പോ താരെ, കിരണല്ലേ വിളിക്കണത് എന്ന് പറഞ്ഞാണ്. അങ്ങനെ താര കിരണിന്റെ കൂടെ അപ്പുറത്തേക്ക് പോയി നിൽക്കുവാട്ടോ. കിരൺ ചോദിക്കുന്നുണ്ട്, പറയാൻറ്റി എന്തിനാണ് ആന്റി ഇവിടെ വന്നിരുന്നത്? എനിക്ക് കുറച്ച് മനസ്സിലെ സംശയങ്ങളൊക്കെ ഉണ്ട്, അത് തീർക്കാനാണ് ഞാൻ വന്നത്. ആന്റി, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണിനെ കുത്താൻ വേണ്ടി പയസ് എന്ന് പറഞ്ഞ കൊലയാളി വീടിനകത്ത് കയറി. പക്ഷെ കുത്തുകൊണ്ടത് എന്റെ ആന്റി ഷാരി ആന്റിക്കാണ്. അന്ന് ഷാരി ആന്റി ആണോ വാതിൽ തുറന്നെടുത്തത്, സരയു ആണോ പയസിനെ പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും താര കരഞ്ഞോണ്ടിരിക്കട്ടോ. ഇത് കാക്കി ആ കണ്ണക്കിരൻ പറയണും ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലായി. അന്ന് വാതിൽ തുറന്നു കൊടുത്തത്, പയസിനെ വാതിൽ തുറന്നു കൊടുത്തത് ഷാരി ആന്റിയാണ്. പക്ഷെ കല്യാണിക്ക് കുത്തിയ കുത്ത് കിട്ടിയത് ഷാരി ആന്റിക്ക് തന്നെ. അവരെ പറഞ്ഞയച്ചത് സരയു അല്ലേ? നിങ്ങളൊന്ന് വിശ്വസിക്കരുന്നേ, രതീഷ് എടുത്ത് നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ചെയ്ത തെറ്റെന്നറിയാവോ? കല്യാണി ഞാൻ ചെയ്ത തെറ്റ് സരയുവിന്റെ അമ്മയെ നിങ്ങളൊക്കെ വിശ്വസിച്ചത്. എന്തിനാ താരാന്റെ ഞങ്ങളുടെ ഇങ്ങനത്തെ ഇത് ചെയ്തത്? താരാന്റിക്ക് ഈ സംശയങ്ങളൊക്കെ ഇപ്പൊ ഇന്നലെ തുടങ്ങിയ സംശയങ്ങളല്ല, മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സംശയമാണ്. അതുകൊണ്ട് താരാന്റി ആരോട് സംസാരിക്കാതെ നടന്നതും എപ്പോഴും വിഷമിച്ച് നടന്നതും. ആന്റി ഞങ്ങളൊക്കെ എത്ര സ്നേഹത്തോടെ ആന്റി അടുത്ത് പെരുമാറിയതും സംസാരിച്ചതൊക്കെ, എന്നിട്ട് ആന്റി സ്വന്തം മോൾ ഇങ്ങനത്തെ ഒരു കൊലയാളിയായ കാര്യം പറഞ്ഞു പോലില്ല. അവള് മാറിയില്ല. അവൾക്ക് ഇപ്പോഴും എന്റെ കല്യാണിനെ കൊല്ലണമെന്ന് ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിയ ആന്റി ഞങ്ങളുടെ ആ സത്യം പറഞ്ഞില്ല. ആന്റി നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ്, ആന്റി വലിയ തെറ്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത തെറ്റ്, നിങ്ങൾ ചതി ചെയ്തു ആന്റി എന്ന് പറഞ്ഞിട്ട് കിരൺ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ. താര അത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രതിയും വേലും അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടോ. രതീഷിനോട് വേണു കിരൺ പറയുന്നുണ്ട്, രതീഷ് വേലു വേഗം വണ്ടിയിൽ കയറി. എന്താ സാറേ? താരാന്റെ സംസാരിച്ച് വേഗം വണ്ടി കയറി, നമുക്ക് എത്രയും പെട്ടെന്ന് താരാനിയുടെ വീട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി നേരെ പോണത് നമ്മുടെ താര ഇപ്പൊ നിൽക്കുന്നുണ്ടായ വീട്ടിലെ ആ വീട്ടിലേക്കാട്ടോ. അവിടെയാണെങ്കിലോ മനോഹറിന്റെ ഭക്ഷണം വിളമ്പി കൊടുക്കാണ് സരയോ ചോദിക്കണ്ടേ, എങ്ങനെയുണ്ട് മനുവേട്ട, ഭക്ഷണമൊക്കെ കൊള്ളാവോ? എനിക്ക് വലിയ പാചകമൊന്നും അറിയില്ല, എനിക്കറിയാവുന്ന പാചകം വെച്ചിട്ടാ പാചകം ചെയ്തത്, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ നന്നായോ എന്ന് ചോദിക്കുമ്പോ മനോഹർ പറയുന്നുണ്ട്, പാചകമൊക്കെ നന്നായിട്ടുണ്ട് സരയോ ഇത്രയും നന്നായിട്ട് പാചകം ചെയ്യുന്നു ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് മനോഹർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സരയു അതൊരു കൊലയാളിയുടെ നോട്ടത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മനോഹർ കൈ കഴുകി വരുമ്പോ തന്നെ മനോഹറിന് ചെറിയൊരു നെഞ്ചിരിച്ചിൽ പോലെ തോന്നുന്നു കേട്ടോ. മനോഹർ അപ്പത്തിന് വീഴാൻ പോകുന്ന പോലെ കാണിക്കാണ്. വല്ലാത്തൊരു നെഞ്ചുവേദനയൊക്കെ പോലെ തോന്നുകയാണ് മനോഹറിന്റെ ആ ഒരു ഇത് കാണുമ്പോഴേക്കും. നമ്മുടെ സരയു ചോദിക്കണ്ടേ, എന്തു പറ്റി മനുവേട്ടോ? ഒട്ടും വയ്യേ? എനിക്കെന്തോ നെഞ്ചുവേദന പോലെ തോന്നുക സരയു എന്ന് പറയാണ്. അത് കേൾക്കുന്ന സരയു പറയണ്ട, അതേടാ നിനക്ക് ആദ്യം നെഞ്ചുവേദന എടുക്കും, പിന്നെ ശ്വാസം കിട്ടാത്ത പോലെ തോന്നും, കണ്ണിനിരുട്ട് തോന്നും. സരയു നീ എന്തൊക്കെയാ പറഞ്ഞത്? അതേടാ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നീ കഴിച്ച ഭക്ഷണത്തിലെ ഞാൻ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. സരയു നീ എന്താണ് വിചാരിച്ചത്? എല്ലാം മറന്ന് ഞാൻ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാണെന്നോ? ഒരിക്കലുമില്ലടാ, നിന്നെ കൊല്ലാൻ വേണ്ടിടാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. നീ കാണടാ എന്റെ ജീവിതം ഇങ്ങനെയായത്, നീയും അവളും കാരണം, ആ കല്യാണി കാരണം. എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് നിന്റെ പേരിലടാ കിരണിന്റെ പേരാ വരേണ്ടത്. എന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് കിരണിന്റെ പേരും, കിരണിന്റെ കൊച്ച് കല്ലുമോന്റെ അമ്മയുടെ സ്ഥാനത്ത് എന്റെ പേരും. അതെ, അങ്ങനെ തന്നെയാ വരേണ്ടത്. നീ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കിരണിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാനെ. നീയും കല്യാണിയെ എല്ലാത്തിനും കാരണം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെ ഇല്ലാതാക്കാനായിട്ടാണ് ആദ്യം നീ, അതിനുശേഷം കല്യാണി എന്ന് പറയുമ്പോ, ഇല്ലടി നിനക്ക് കല്യാണിയെ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല, കൊല്ലോടാ ഞാൻ കൊല്ലും എന്ന് പറയുമ്പോഴേക്കും മനോഹർ വേഗം സരയുടെ കഴുത്തിനെ കയറി പിടിക്കാൻ പോകുമ്പോഴേക്കും സരയോ മനോഹരെ പിടിച്ച് തള്ളുവാട്ടോ. മനോഹർ അപ്പൊ
സോഫയിലേക്ക് മറിഞ്ഞു വീണ് അവിടെ തന്നെ കിടക്കാണ്. സരയു സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. എടാ നിനക്ക് ഭാഗ്യമുണ്ടാ എന്റെ കൈ കൊണ്ട് തന്നെ മരിക്കാനായിട്ട്, അല്ലെങ്കിൽ പരോളിനിറങ്ങിയ നീ നേരെ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നല്ലോ, നീ മരിക്കാൻ വേണ്ടി പോവാടാ മനോഹറെ, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോകുവാട്ടോ. മനോഹറാണെങ്കിൽ ഈ മരണപ്രാളത്തിൽ ഇങ്ങനെ ഒട്ടു വായന്ന് ഇങ്ങനെ പതയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മനോഹറാണെങ്കിൽ ഒട്ടും വയ്യാണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ ജീവന് വേണ്ടി പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കിരണും രതീഷും വേലും കൂടി അവിടേക്ക് വരുന്നത്. അവര് വാതിലിൽ ഇങ്ങനെ മുട്ടുവാണ്, പക്ഷെ ആരും വാതിൽ തുറക്കുന്നില്ല. കിരൺ പറയണ്ട ആരോ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണല്ലോ. സരയു സരയു എന്ന് പറഞ്ഞ് വാതിൽ മുട്ടുമ്പോ സരയു വാതിൽ തുറക്കുന്നില്ല കേട്ടോ. വാതിൽ തുറക്കുന്നില്ലല്ലോ, ഞാൻ അവളുടെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ നേരെ സരയുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. അതിനുശേഷം രതീഷ് പറഞ്ഞു മനോഹറിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ. അങ്ങനെ മനോഹറിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ അകത്തുനിന്ന് ഫോൺ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. മനോഹറിന്റെ ഫോൺ അകത്തുണ്ട് എന്ന് പറയാണ്. മനോഹരെ മനോഹരെ എന്ന് കിരൺ വിളിക്കുമ്പോഴേക്കും അകത്ത് ചെറിയൊരു എന്തോ ഒരു ഒച്ച പോലെ കേൾക്കുവാട്ടോ. അപ്പത്തേക്ക് കിരൺ മനോഹർ അകത്തുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തള്ളി തുറക്കാൻ ഒരു 3 പേര് കൂടി. അങ്ങനെ ഇവർ അകത്തേക്ക് കേട്ട് മനോഹർ മനോഹർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മനോഹർ പുറകിൽ ഇങ്ങനെ വേണ്ടി ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുന്നവർ 3 പേരും കാണുവാട്ടോ. മനോഹരെ അപ്പൊ രതീഷ് പറഞ്ഞു കുറച്ച് വെള്ളം കൊടുത്താലോ. വേണ്ട, വേഗം പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി മനോഹറിനെ പൊക്കിയെടുത്തോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ സരയൂരിയാണ്. സരയു ആണെങ്കിൽ ദേഷ്യത്തിൽ ഒരുങ്ങി കെട്ടി നമ്മുടെ ഷാരിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കാട്ടോ. ഷാരിനോട് പറയുന്നുണ്ട് മനോഹർ അവനെ ഞാൻ കൊന്നു, അവനെ ഞാൻ കൊല്ലാൻ വേണ്ടി മരുന്ന് കൊടുത്തു, അവന് ഇപ്പൊ മരിച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ക്രിട്ടിക്കുന്ന കാഴ്ച സരയു കാണുന്നത്. സരയു നോക്കുമ്പോഴേക്കും രതീഷും വേലും കിരണും കൂടി ചെന്ന് മനോഹറിനെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയായിട്ട് സരയു കാണുന്നത്. സരയു വേഗം ഓടി ഷായുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ മനോഹർ ചത്തില്ല, അവനെ കൂട്ടിക്കൊണ്ട് കിരണും കൂട്ടരും വന്നിട്ടുണ്ട്. അപ്പൊ അവൻ ചത്തില്ലല്ലേ, അവൻ ചത്തില്ലല്ലേ. മിക്കവാറും കിരൺ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ അടുത്തത് ഇവിടെ ായിരിക്കും വരുന്നുണ്ടാവുക, ഞാൻ ഇവിടെയെങ്കിലും ഒളിച്ചു നിൽക്കാം എന്ന് പറഞ്ഞിട്ട് സരയു വേഗം ആ ഒരു കർട്ടന്റെ സൈഡിൽ പോയിട്ട് ഒളിച്ചു നിൽക്കാട്ടോ. ഇങ്ങനെ മനോഹര ICUലേക്ക് ആക്കുന്നുണ്ട്. കിരൺ വേഗം തന്നെ ഷാരിനെ കാണാൻ വേണ്ടി അതിൻ്റെ ഷാരി കിടക്കുന്ന റൂമിനുള്ളിലേക്ക് കയറുവാട്ടോ. ഷാരി അവിടെ ഇങ്ങനെ പേടിച്ച് വരച്ച് കിടക്കാണ്. ഷാരിയുടെ അടുത്ത് പറയണ്ടേ എല്ലാം മനസ്സിലായി, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, മനോഹരെ ഇവിടെ ICUലേക്ക് കയറ്റിയിരിക്കുക, അവന്റെ ജീവൻ എന്താകുമെന്ന് അറിയില്ല. എവിടെ നിങ്ങളുടെ മോള് സരയു എവിടെയെന്ന് എനിക്കറിയാം, അവൾ ഇവിടെ തരണ്ടെന്ന് പറ, അവൾ എവിടെ? അയ്യോ മോനെ എനിക്കൊന്നും അറിയില്ല. ഓഹോ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ, നിങ്ങളെ വിശ്വസിച്ചിട്ടാ ഞാനും കല്യാണിയൊക്കെ ചെയ്ത തെറ്റ്, എന്നിട്ട് നിങ്ങൾ അവസാനം ഞങ്ങൾക്ക് തന്നെ പണി തന്നല്ലേ, ഞങ്ങൾക്ക് തന്നെ പാര വെച്ചല്ലേ, ഞങ്ങളെ ചതിച്ചു അല്ലേ. സത്യം പറ, അന്ന് പയസ് എന്ന് പറഞ്ഞ കൊലയിൽ ഇതിപ്പോ നിങ്ങളല്ലേ വാതിൽ തുറന്നു കൊടുത്തത്. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ സംസാരിക്കണത്. പയസിന് ഞങ്ങളുടെ കൈ കിട്ടിയായിരുന്നു, അവന്റെ കൈയും കാലൊക്കെ ബന്ധിച്ച് നിങ്ങളുടെ ഭർത്താവിന് എന്ത് വിധിയാണോ വന്നത് അതേപോലെ തന്നെ അവനെ കാട്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ മൃഗങ്ങളെല്ലാം തിന്നു കൂട്ടിയിട്ടുണ്ടാവും അവനെ. അവന്റെ ഫോൺ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ആ ഫോൺ ചെക്ക് ചെയ്തപ്പോഴേക്കും സരയു അവനെ വിളിച്ചതായിട്ടും അവൻ സരയുവിനെ വിളിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോഴത്തന്നെ നമുക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ നേരെ പോയത് സായാഹ്നത്തിലേക്കാണ്. അമ്മൂമ്മ പറഞ്ഞിരുന്നു താര, ഇപ്പൊ താരാന്റെ എവിടെ നിങ്ങൾക്ക് അറിയാവോ, സായാഹ്നത്തിലാണ് നിൽക്കുന്നത്. അമ്മൂമ്മ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നേരെ സായാഹ്നത്തിലേക്കാണ് പോയത്. അവിടെ പോയപ്പോഴും താരാന്റെ ഒന്നും മിണ്ടിയില്ല, പക്ഷെ അവരുടെ മൗനത്തിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. അവര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ താരാന്റെ അടുത്ത് പറഞ്ഞു കല്യാണിനെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുക്കാൻ, പക്ഷെ അവർക്ക് അതിനെ കഴിഞ്ഞില്ല. കാരണം കല്യാണിനെ സരയുവിനെ പോലെ അവര് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അത് കഴിയാത്തവര് അവിടുന്ന് ഇറങ്ങി പോകുകയായിരുന്നു. അതുപോലെ തന്നെ സരയു നിങ്ങളോടും ആവശ്യപ്പെട്ടു വാതിൽ തുറന്നു കൊടുക്കാൻ കൊലയാളി വരുമ്പോ, പക്ഷെ നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു. നിങ്ങൾ നല്ലൊരു അമ്മയല്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മകൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് പറഞ്ഞ് തിരുത്തുമായിരുന്നു, പക്ഷെ നിങ്ങളത് പറഞ്ഞ് തിരുത്തിയില്ല. നിങ്ങൾ നല്ലൊരു അമ്മയല്ല എന്ന് പറഞ്ഞിട്ട് നോക്കിക്കോ, ഇതിനൊക്കെ നമ്മൾ അനുഭവിപ്പിക്കും, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുവാട്ടോ. ഷാരി പൊട്ടിക്കരയാണ്. അങ്ങനെ കിരൺ പോയി കഴിയുമ്പോഴേക്കും സരയു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവൻ പോയല്ലേ, അപ്പോ സത്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കി. ഇനി ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല, മനോഹർ ജീവിക്കോ അതോ മരിക്കോ എന്ന് അറിയില്ല. ഇനി എന്റെ ടാർഗറ്റ് അവളാ, ആ കല്യാണി എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് അവൾ ഒറ്റൊരുത്തിയാ, നോക്കിക്കോ ഇനി എന്റെ ടാർഗറ്റ് അവളാണ് എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് നേരെ പോകുവാട്ടോ. പിന്നീട് കിരണും കല്യാണി പേലുവിനാണ് കാണിക്കുന്നത്. അവര് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രതീഷ് പറയുന്നുണ്ട് അല്ല ഈ സരയു എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക, അവളവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട് അറിയില്ല, അവളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നുമില്ല. അല്ല അവളെ കാട്ടിക്കൊണ്ടിടാനാണോ സാറേ? എല്ലാവർക്കും ഒരു വിധി കൊടുത്താൽ പോലല്ലോ, അവൾക്ക് കൊടുക്കേണ്ട വിധി അവൾക്ക് ഞാൻ ആലോചിക്കട്ടെ. എന്തായാലും അവളെ കണ്ടു കിട്ടിയിട്ടില്ലല്ലോ, അവൾ എവിടെയാണ് പോയി ഒളിച്ചിരിക്കണം, നമുക്ക് കണ്ടുപിടിക്കണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തും അവന്റെ മരണമൊഴി പോലെ അവൻ പറഞ്ഞത്
ഓർമ്മയില്ല നിങ്ങൾക്ക് കല്യാണിനെ സൂക്ഷിക്കണമെന്ന്? ഇത് തന്നെയാണ് താരാന്റി കുറെ നാളുകളായിട്ട് പറയണത്. ആ സമയത്ത് രതീഷ് പറയുന്നുണ്ട്, അല്ല സാറേ, ഇനി ആ സരയു പോയിരിക്കുന്നത് സാറിന്റെ വീട്ടിലേക്കായിരിക്കോ, കല്യാണിന്റെ അടുത്തേക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോ കിരൺ ആകെ ഷോക്ക് ആവാട്ടോ. അങ്ങനെ സരയു നേരെ പോയിരിക്കുന്നത് കല്യാണിനെ കാണാൻ വേണ്ടിട്ടോ. കല്യാണിയാണെങ്കിൽ വീട്ടിലിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ടോ. നോക്കുമ്പോ സരയുവാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പൊ ക്ലൈമാക്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇത്രയും തന്നെ കാണിച്ചുള്ളൂ. അപ്പൊ നാളെ ആയിരിക്കും സരയുവിന്റെ മരണം. അതോടെ ക്ലൈമാക്സ് ആവായിരിക്കും, വേറെ ഒന്നും എക്സ്ട്രാ കാണിക്കോ തോന്നുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ക്ലൈമാക്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോ. അങ്ങനെ സരയു ഇന്ന് മരിച്ചിട്ടില്ല, പക്ഷെ നാളെ സരയു മരിക്കും. അത് മിക്കവാറും കല്യാണിന്റെ മുമ്പിൽ തന്നെയായിരിക്കും മരിക്കുന്നുണ്ടാവുക. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.